ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ റൈഹാൻസ് ഫാമിലി വ്ളോഗ്. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഞാൻ കുട്ടികൾക്ക് ഇങ്ങനെ എന്താ പറയുക, ഈ ഉണ്ണിയപ്പ ചട്ടിയിലൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കി കൊടുക്കില്ലേ, അതുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാ. ഞാൻ മാവ് കൂടുതൽ അരച്ച് വെച്ച് ബാക്കി ഇങ്ങനെ ഫ്രിഡ്ജിൽ ഉപ്പിടാണ്ട് എടുത്ത് വെക്കും. എന്നിട്ട് പിറ്റേ ദിവസം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ദിവസം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഉണ്ടാക്കാറാണ് കേട്ടോ ചെയ്യാറ്. അപ്പോൾ ദിവസം ഇഡ്ഡലി ദോശയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഒരു ചേഞ്ച് ആയിട്ട് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുക കുട്ടികൾക്ക്. അപ്പോൾ ഉള്ളിയും ചെറുതാക്കി അരിഞ്ഞിട്ടിട്ടുണ്ട്. സവാള ഒരെണ്ണം ഫുള്ള് അരിഞ്ഞതാണ് കേട്ടോ, ചെറുതാക്കിയിട്ട് പൊടിയായി അരിഞ്ഞത്. പിന്നെ പച്ചമുളക് ഒരു 2 പച്ചമുളക് കുഞ്ഞാക്കി അരിഞ്ഞതാണ് കേട്ടോ. പിന്നെ ക്യാരറ്റാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ക്യാരറ്റ് ചെരുകിയതാണ് ഇട്ട് കൊടുത്തിട്ട്. പിന്നെ അതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ബീട്രൂട്ട് വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. ബീട്രൂട്ടിൻ്റെ ഒരു കളർ ചേഞ്ചും വരും, കുട്ടികൾക്ക് നല്ല ഒരു വെജിറ്റബിളൊക്കെ ഇൻക്ലൂഡ് ആക്കിയ പോലെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നെയ്യിൽ കുറച്ച് വേണമെങ്കിൽ ഇട്ടിട്ട് ഇങ്ങനെ ഇതാക്കി എടുക്കുക. അപ്പോൾ ഇനിയും കുറച്ച് ടേസ്റ്റ് ഉണ്ടാവും. ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിൽ തന്നെയാണ് ചേർത്തിട്ടുണ്ടായത്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയാലും കുട്ടികൾക്ക് ബ്രേക്ക്ഫാസ്റ്റിനും ആവും. പിന്നെ ഞാൻ ഇത് തന്നെയാണ് കേട്ടോ ലഞ്ചിന് കൊടുത്തു വിടുന്നത്. ഇതിൻ്റെ ഒപ്പം ഞാൻ പൊട്ടുകടല ഇട്ടിട്ടൊരു ചട്നി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അതായത് ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ടായി തേങ്ങ ഒക്കെ ഇട്ടിട്ട്. പിന്നെ ഒരു ഡ്രിങ്കും കൂടി ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു എന്താ പറയുക, ബദാം പിസിൻ എന്ന് പറയും, കുറേ പേർക്കൊക്കെ അറിയായിരിക്കും. അതിൻ്റെ ഒരു വെച്ചൊരു ജ്യൂസും കൂടി ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ അതേപോലെ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് വെക്കണേ. അപ്പോൾ ഇതാണ് സംഭവം കേട്ടോ, ബദാം പിസിൻ എന്ന് പറയും. പിന്നെ ഇത് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളൊരു സാധനമാണ് കേട്ടോ. അത് കാണാൻ ഇങ്ങനെ ഒരു സ്ട്രോങ് ആയിട്ട് കല്ല് പോലെ ഉണ്ടാവും. അപ്പോൾ വെള്ളത്തിലിട്ട് കുതിർത്ത് കഴിഞ്ഞാൽ ഒരു ജെല്ല് പോലെ ആയി വരും കേട്ടോ. ഇത് അതേപോലെ തന്നെ ബോഡി ഹീറ്റ് കൺട്രോൾ ചെയ്യാൻ സഹായിക്കും കേട്ടോ. അപ്പോൾ അതിന് ഞങ്ങൾ അധികം അത് നോമ്പിൻ്റെ സമയത്താണ് കേട്ടോ യൂസ് ചെയ്യാറ്. പിന്നെ പ്രസവിച്ച സ്ത്രീകൾക്കൊക്കെ കൊടുക്കുമെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അവർക്ക് പാലൊക്കെ കൂടാൻ, കുട്ടിക്ക് പാലൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് കഴിക്കാറുണ്ടെന്ന് പറയാറുണ്ട്. അതേപോലെ വെയിറ്റ് ഉണ്ടാവാൻ കുട്ടികൾക്ക് കൊടുക്കുന്നത് നല്ലതാണ്, ഇടവിട്ട് കൊടുക്കുന്നതും നല്ലതാണെന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. അപ്പോൾ മറ്റേത് വന്നിട്ട് നിങ്ങൾക്ക് അറിയായിരിക്കും, മറ്റേ സബ്സി സീഡാണ്. ഇതും നല്ലതാണ് കേട്ടോ, ശരീരത്തിന് തണുപ്പുണ്ടാവാൻ വേണ്ടിയിട്ട്. അതേപോലെ പീരിയഡ്സിൻ്റെ സമയത്തൊക്കെ കഴിക്കുന്നത് നല്ലതാണെന്ന് ഇങ്ങനെ പറയാറുണ്ട് കേട്ടോ. പക്ഷെ തണുപ്പ് ബോഡിക്ക് ഒരു വയറ്റിനൊരു തണുപ്പ് കിട്ടും എന്നൊക്കെ പറയാറുണ്ട്. അത് വെച്ചിട്ടൊരു ഡ്രിങ്കാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അവിടെ കുതിർത്തി വെച്ചിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഞാൻ ഉച്ചക്കത്തെ ഫുഡ് ഇങ്ങനെ കാണിച്ചതാണ് കേട്ടോ. ബീട്രൂട്ട് ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ കടലയും രാവിലത്തെ ചെറുപയറും ബാക്കിയുണ്ടായിരുന്നു, അത് വെച്ചൊരു കൂട്ടുകറി ഉണ്ടാക്കിയിട്ടുണ്ടാകും. ഇത് വഴുതനങ്ങ പൊരിച്ചതാണ് കേട്ടോ. സാധാരണ നമ്മൾ മീനൊക്കെ മസാല തേക്കുന്ന മാതിരി കത്തിരിക്ക എന്നൊക്കെ പറയില്ലേ, വഴുതനങ്ങ, അത് പൊരിച്ചതാണ് കേട്ടോ. അപ്പോൾ ഫുഡ് ഞാനിപ്പോൾ പരിപ്പായിരുന്നു കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. നൂക്കോലും പരിപ്പും ഇട്ടിട്ട് ട്രുണിപ്പ് എന്തോ പറയുമല്ലോ വെജിറ്റബിൾ, ഇതിവിടെയൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ അതൊന്ന് പരിപ്പ് ഇട്ടിട്ട് കറി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാനിത് ഞാനിപ്പോൾ ഒരു ദിവസം മുമ്പ് ജെല്ലി ഉണ്ടാക്കി വെച്ചതായിരുന്നു കേട്ടോ. അതിൽ കുറച്ചൊക്കെ കുട്ടികൾ എടുത്തിട്ടുണ്ടായി. ബാക്കി ഞാൻ ജ്യൂസ് ഉണ്ടാക്കണേൽ ഇടാമെന്ന് വിചാരിച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ജെല്ലി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ജെല്ലിൻ്റെ വീഡിയോ ഞാൻ ഷോർട്ട് വീഡിയോസിൽ ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിപ്പോൾ സ്ട്രോബെറിൻ്റെ ഫ്ലേവറുള്ള ജെല്ലിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിന് വേറെ ഫ്ലേവറിൻ്റെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ ജ്യൂസിന് സ്ട്രോബെറിൻ്റെ ആണ് രസം ഉണ്ടാവുമെന്ന് വിചാരിച്ച് ഞാൻ സ്ട്രോബെറിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനൊരു ഗ്ലാസ്സിലോട്ട് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെറുതാക്കി ഇങ്ങനെ മുറിച്ചിട്ട്, കുറച്ച് വലിയത് ഉണ്ടായിരുന്നു, ഇങ്ങനെ കടിക്കാൻ വേണ്ടി കുറച്ച് വലുതാക്കി തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ജെല്ലി. അപ്പോൾ അത് ഒരു 5-6 ഇത് ജെല്ലി ഇട്ട് കൊടുത്തതിന് ശേഷം സബ്സി സീഡ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുതിർന്നിട്ടുണ്ടായിരുന്നു, ഞാൻ രാവിലെ ഇങ്ങനെ ഇതാക്കി വെച്ചതായിരുന്നു. ഇപ്പോൾ ഇതാണ് കേട്ടോ സംഭവം. അത് ഞാൻ നേരത്തെ കാണിച്ചില്ലേ ബദാം പിസിൻ, അതാണിത്. അതിങ്ങനെ ജെല്ലി പോലെ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരിതായിട്ട് പൊടിഞ്ഞൊരു പൊടി പോലെ ഇങ്ങനെ കിട്ടും. അപ്പോൾ അതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്ത് ഇപ്പോൾ ഞാൻ റൂഹ് അഫ്സയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. റോസ് സിറപ്പ് ഉണ്ടെങ്കിൽ റോസ് സിറപ്പ് യൂസ് ചെയ്യുക. അപ്പോൾ റൂഹ് അഫ്സ ഉള്ള കാരണം ഞാൻ റൂഹ് അഫ്സ അങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ പാല് ഞാൻ നേരത്തെ കാച്ചി വെച്ചിരുന്നു കേട്ടോ. കാച്ചി വെച്ച് പാട മാറ്റിയതിന് ശേഷമാണ് പാല് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പാല് ചൂടാറിയതിന് ശേഷം ഇതിലോട്ട് ഒഴിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ വേണമെങ്കിൽ പഞ്ചസാര വേണമെങ്കിൽ ഇത് ചേർത്ത് കൊടുക്കാം കേട്ടോ. പഞ്ചസാര ഞാനിപ്പോൾ 1.5 ടേബിൾ സ്പൂണാണ് പഞ്ചസാര ചേർത്തിട്ടുണ്ടായിരുന്നത്. പഞ്ചസാര എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ആ ജെല്ലിയിൽ നിന്നുള്ള
ഷുഗർ ഇറങ്ങും, പിന്നെ റൂഹ് അഫ്സയിൽ ആവശ്യത്തിന് പഞ്ചസാര ഉണ്ടാവും. അപ്പോൾ ഞാൻ വാനില എസൻസ് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. വാനില എസൻസ് നേരത്തെ ചേർത്ത് കൊടുക്കാൻ മറന്ന്, അതുകൊണ്ട് ഇപ്പോൾ കുറച്ച് ഒരു അര ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ എന്നിട്ടൊന്ന് ഇളക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അത് ഫ്രിഡ്ജിൽ വെച്ച് നല്ലോണം തണുപ്പിച്ചതിന് ശേഷം കുടിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. കുടിക്കാൻ ശരീരത്തിന് നല്ല ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള സാധനങ്ങളാണ് അതിലുള്ളതുകൊണ്ട്, അതുകൊണ്ട് ശരീരത്തിന് നല്ല ഗുണം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഉച്ചക്ക് ചോറ് ഇങ്ങനെ വിളമ്പി എടുത്തിട്ടുണ്ടായിരുന്നു. കറിയും വഴുതനങ്ങ പൊരിച്ചതും ബീട്രൂട്ടൊക്കെ നമ്മൾ കുട്ടികൾക്കും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു ദിവസം അല്ല അധിക ദിവസവും ഞാൻ കുട്ടികൾ വന്നതിന് ശേഷം തന്നെയാണ് കേട്ടോ ഫുഡ് കഴിക്കാറ്. എനിക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കുറേ പണികളൊക്കെ ഉണ്ടാവുന്നത് ലേറ്റ് ആവുകയും ചെയ്യും. അപ്പോൾ വൈകുന്നേരം അതിന് ശേഷം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. ഞാനും എൻ്റെ മക്കളും മാത്രം തന്നെ. ഇവിടെ അടുത്ത് തന്നെ ഉണ്ട് കേട്ടോ. ഞാൻ പാനിപ്പൂരി എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് പല്ലൊക്കെ എടുത്തതിന് ശേഷം വായിൻ്റെ ഒക്കെ രുചിയൊക്കെ ഇങ്ങനെ പോയി കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ഐസ്ക്രീമും പാനിപ്പൂരിയും അങ്ങനെയൊക്കെ കഴിച്ചിട്ട് വരാമെന്ന് വിചാരിച്ച് ഞാനും മക്കളും ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഒരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.